പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മഹത്വനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തദാസന്മാർക്കും ഇന്ന് രാത്രി ദൈവവചന കേൾവിക്കായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സദസ്യന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ ഞങ്ങളെ സശബ്ദം വീക്ഷിക്കുന്ന ദൈവസ്നേഹികളായ നാട്ടുകാർക്ക് അവർക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് വാഴ്ത്തർപ്പിക്കുന്നു. ലോഗോസ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാരായ എല്ലാ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കും ദൈവദാസനെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഗാനങ്ങളിലൂടെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സന്തോഷമുണ്ട്. ലൈവായി പ്രോഗ്രാം എവിടെയൊക്കെ കാണുന്നു അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. വളരെ സമയം കടന്നു പോയതുകൊണ്ട് ഇനി ഇൻട്രൊഡക്ഷൻസ് ഞാൻ പറയുന്നില്ല. വിശുദ്ധ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ ഇപ്പോൾ ഈ ഉച്ചഭാഷ വായിച്ച് സഹായിക്കുന്നതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ ഇപ്പോൾ വായിച്ച് സഹായിക്കുന്നതാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഇതിന് കൊമ്പ് ഉള്ളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു നിമിഷത്തോടെ കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തോട് നിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകാൻ സ്തോത്രം. കർത്താവേ, ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർ ഭാഗത്തിരുന്ന് വഴിവക്കിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകിയാൽ സ്തോത്രം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് ശാസിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാക്കി മാറ്റണമേ. ഇവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന രാത്രിയാകണം. വിദൂരതയിലിരുന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്, അവരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഇവിടുത്തെ കരം ഞങ്ങളെ തൊട്ടിരിക്കാലങ്ങ് വാഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്നതിന് പ്രധാനമായി 7 സാക്ഷി തെളിവുകളുണ്ട്. 1, പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. 2, പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. 3, ദൈവസഭയുടെ സാക്ഷ്യം. 4, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 5, കർത്തൃമേശയുടെ സാക്ഷ്യം. 6, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 7, നാസറയനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ സാക്ഷ്യം. 7 വിവരിക്കേണ്ടതാണെങ്കിലും സമയമില്ല. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, അനവധി മഹാരഥന്മാർ ഇവിടെ മരിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് ഞങ്ങളുടെ കർത്താവ് മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു, അനവധി മഹാരഥന്മാർ, ചരിത്രം സൃഷ്ടിച്ചവർ, ലോകഗതിയെ മാറ്റിവിരിച്ചവർ ഒക്കെ ഇവിടെ ജനിച്ച് മരിച്ച് മണ്ണോട് ചേർന്നു. പക്ഷേ അവരാരും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. മുസോളിനി പറഞ്ഞില്ല. കാരൽ മാക്സ് പറഞ്ഞില്ല. ലെനിൻ പറഞ്ഞില്ല. എംഗൽസ് പറഞ്ഞില്ല. സത്യേജി പറഞ്ഞില്ല. ഗാന്ധിജി പറഞ്ഞില്ല. നെഹ്റുജി പറഞ്ഞില്ല. ഇന്ദിരാജി പറഞ്ഞില്ല. മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. യേശു മടങ്ങി വരാമെന്ന് പറഞ്ഞു പോകാൻ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരും മുമ്പ്
ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ ഇൻസിഡൻസ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 96 അടയാളങ്ങൾ. ഈ 96 അടയാളങ്ങളെ വേദപുസ്തകം 4 തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ അഥവാ ദൈവസഭയെ സംബന്ധിച്ച്. അതായത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ദൈവസഭയുടെ ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഇന്നലെ ഈ പുസ്തകത്തിൽ എഴുതുകയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വേദപുസ്തകത്തിൽ അവ രേഖപ്പെടുത്തി വച്ചിരുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ വേദപുസ്തകം പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ലക്ഷണം ഒന്നിച്ച് പഠിച്ചാൽ യേശു കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഒന്നുകൂടെ വാ തുറന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതി. യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ക്രിസ്തു എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ക്രിസ്തു എവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും യേശു കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞങ്ങളുടെ കർത്താവ് ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ഇത് വിശ്വസിക്കുന്നവരെ കരമൊന്നടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണമായ അടയാളമായി കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, പുറത്ത് കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ദൈവശക്തി ദേശത്തോട് വ്യാപരിക്കും. പോരാ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നാം ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ഗ്രൗണ്ടിൽ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. അത് ഈ ദേശത്തേക്ക് വ്യാപരിപ്പാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ പോലെ അന്ധകാരത്തിന്റെ അടിമകളായി പൈശാചികത്തിന്റെ ഹല്ലേലൂയ ദുഷ്ടപിശാച് അടിമകളാക്കിയിരിക്കുന്ന ചില ബന്ധനങ്ങളെ യേശുവിന്റെ രാത്രി അഴിച്ചുവിടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചാട്ട് ഈ പോകരാ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുക. അത്തി യഹൂദന്റെ രാഷ്ട്രീയ സിംബലാണ്. അത്തി തളർക്കുമ്പോൾ വേനലെടുത്തു, അഥവാ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവായി എന്ന് നിങ്ങൾ അറിയണമെന്ന് യേശു പറഞ്ഞു. വളരെ ശാന്തമായി ശ്രദ്ധിച്ചിരിക്കണം. അത്തി, ഞാൻ പറഞ്ഞു, യഹൂദൻ, ഇസ്രായേൽ. ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ 2 ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെ 3 ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ലോകത്തിന് അവർ ഒരു വിസ്മയമാണ്. ലോകത്തിൻ്റെ കടികാരമാണ് ഇസ്രായേൽ എന്ന് പറയാം. ദിശായന്ത്രമാണ് ഇസ്രായേൽ എന്ന് പറയാം. വേദപുസ്തകം സത്യമാണ് എന്നതിന് ഒറ്റ വാക്കിൽ മറുപടി പറയുവാൻ ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരു വേദ പണ്ഡിതനോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ കൊടുത്ത മറുപടി ഇസ്രായേൽ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ വർത്തമാന ഭൂത ഭാവികാല പ്രവചനങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ വേദപുസ്തകം സത്യമാണ് എന്നതിന് മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. ഞാനൊന്നുകൂടെ പറയാം. ഒരു കൊച്ചു രാജ്യം, ഭൂലോകത്തിന് അവർ പേടി സ്വപ്നമാണ്. ഒരു രാജാവ് അവരെ അടിച്ചകറ്റുന്നു, അടിച്ചോടിക്കുന്നു. മറ്റൊരു രാജാവ് അവരെ കൂട്ടിച്ചേർക്കുന്നു. ഒരു രാജാവ്
അവരുടെ ദേവാലയം ഇടിച്ചു നിരത്തുന്നു. മറ്റൊരു രാജാവ് അത് പണിതു കൊടുക്കുന്നു. ലോകത്തെ ഇത്രയധികം തകർക്കപ്പെടത്തിട്ടും തകരാതെ നിൽക്കുന്നൊരു രാജ്യം, ഇതുവരെ ലോകം മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയിട്ടും തകരാതിരിക്കുന്നൊരു രാജ്യം. അവരുടെ ഒന്നാമത്തെ നേതാവായ മോശ കണ്ട മുൾപ്പടർപ്പ് പോലെയാണ് ഇസ്രായേലിൻ്റെ ജീവിതമെന്ന് പറയാം. എന്താണ് മോശ കണ്ടത്? മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ഞാൻ പറയട്ടെ, ഇത് അക്ഷരിക ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ നിന്ന് സ്തോത്രം പറയുന്ന ആത്മീയ ഇസ്രായേലിനെ കുറിച്ചും ഈ പ്രവചനം ശരിയാണ്. തീ കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല. കഷ്ടതയുടെ തീയ്, അപമാനത്തിന്റെ തീയ്, ആക്ഷേപത്തിന്റെ തീയ്, ഇല്ലായ്മയുടെ തീയ്, നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുപിടി ചാരമാക്കുവാൻ ദുഷ്ടപിശാച് ആളിക്കത്തിച്ച തീയുടെ നടുവിൽ ഈ രാത്രി വരെ വെന്തുപോകാതെ നിർത്തിയ ദൈവത്തിന്റെ ദയോർത്ത് കൈകൾ അടിച്ച് അതിരം തുറന്ന് ശക്തിയോട് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. പോരാ, എല്ലാവരും കരമടിച്ചാട്ട് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. തീ കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല. ഞാനൊന്നുകൂടെ പറയാം, ഈ രാത്രിയിൽ നിങ്ങളൊരു പ്രസംഗം കേൾക്കാൻ മാത്രമല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇരിക്കണം. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മയുടെ ഉറവകൾ ഈ രാത്രി യേശു തുറക്കുന്ന രാത്രിയാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈകളടിച്ചാണ്ട് ശക്തിയോട് സഹോദരന്മാരെ ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രിയിൽ ഈ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇസ്രായേലിനെ ലോകത്തിന് തകർക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ലോകം മുഴുവൻ നോക്കിയിട്ടും അവർ നാമാവിശേഷമാകുന്നില്ല? അതിന് പ്രധാന കാരണമുണ്ട്, 4 കാരണം. ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് തന്നെ ഒരു കാര്യം പറയാം, മുൻകൂർ ജാമ്യമായി. ഞാനിവിടെ നിന്ന് ഇസ്രായേൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നാട്ടുകാർ തെറ്റിദ്ധരിക്കരുത്. ഇസ്രായേൽക്കാർ ഞങ്ങളുടെ അമ്മാച്ചനും അനന്തരവനൊന്നുമല്ല, ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചവരാ. യേശു കർത്താവ് ഇതുവരെയും വന്നില്ലെന്നവർ വിശ്വസിക്കുന്നവരാ. ഞങ്ങളെ ഏറ്റവും അധികം ദ്രോഹം ചെയ്തിട്ടുള്ളവരാ. ക്രിസ്ത്യാനികളെ അവർക്ക് കണ്ടേകൂടാ. പക്ഷെ ഞങ്ങൾ എന്തിനാ ഇത് പറയുന്നറിയാമോ? അവരെക്കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെട്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള പ്രവചനവും നിവർത്തിക്കപ്പെടാൻ പോവാ. അത് ഈ നാട്ടുകാരറിയാൻ വേണ്ടിയാണ്. ലോകം മുഴുവൻ തകർക്കാൻ നോക്കിയിട്ടും എന്തുകൊണ്ട് തകർക്കാൻ ഒക്കുന്നില്ല? അതിന് കാരണം 4ആണ്. 1, വീട്ടിൽ പോയി വായിച്ചാൽ മതി, എല്ലാം നേരമില്ല. അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ പറയുന്നു, അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ വിശേഷതയുള്ളവനാണ്. അവനിൽ നിറവേറുന്നത് ദൈവഹിതമാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഈ പറയുന്നത് ആ ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല. വേദപുസ്തകം പഠിച്ചാൽ ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവസഭ, ദൈവമക്കൾ ആത്മീയ ഇസ്രായേലാണ്. അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, ദൈവ പൈതലെന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കൈ താട്ടിടരുത്, കൈ ഉയർത്തിപ്പിടി. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പറ. ഞാൻ വിശേഷതയുള്ളവനാണെന്ന് പറ. എന്നിൽ നിറവേറുന്ന ദൈവഹിതമാണെന്ന് പറ. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് ലോകത്തിലെ ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയുമെന്ന് പറ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. പ്രിയ ദൈവമക്കളെ, നിങ്ങളിവിടെ വലിഞ്ഞു കയറി വന്നവരല്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. പോരാ പോരാ പോരാ, വാ തുറന്ന ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ വിശേഷതയുള്ളവനാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനിൽ നിറവേറുന്നത് ദൈവഹിതമാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ തകർക്കാൻ ലോകത്തിൽ ശക്തിക്കും കഴിയില്ല. ഒരാഭിചാരകനും ഒരു മന്ത്രവാദിക്കും ഒരു ശുദ്ധരക്കാരനും നിന്നെ തകർക്കാൻ കഴിയില്ല. മറ്റവർക്ക് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയുന്നു. ദൈവ പൈതലിൽ നിറവേറുന്ന ദൈവഹിതമാ. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്, അതാ പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത. പണ്ട് പ്രസംഗപീഠത്തിൽ ആത്മനിറവിൽ സ്തോത്രം കാര്യംവേലി മത്തായച്ചനും CS മാത്യൂസ് അപ്പച്ചനും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ നൃത്തം ചെയ്തവരായിരിക്കുന്നതിൻ്റെ നിങ്ങളുടെയൊക്കെ പിതൃപിതാക്കന്മാർ. ഇപ്പോൾ ഒരാൾ അന്യഭാഷ പറഞ്ഞാൽ ഈ പുള്ളി എവിടെ നിന്ന് വന്ന് നോക്കുക. ആ അവസ്ഥയിലായിപ്പോയി നീയൊക്കെ. ആത്മാവിൽ കുതിക്കുന്നേ. അപ്പച്ചൻ ആത്മാവിൽ ആരാധിക്കട്ടെ, നീയും ആരാധിക്കേ. കൈയടിച്ച ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കേ. ഇതിപ്പോൾ എന്തൊക്കെ യോഗമാ.
ഈ നാട്ടുകാരറിയട്ടെ, ലോകത്തെ കീഴുമേൽ മാറിക്കുന്നവരോട് വന്നെന്നറിയട്ടെ. മോനെ ഫീഡ്ബാക്ക് നന്നായിട്ട് വെക്ക്. കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നമ്മിൽ നിറവേറുകയുള്ളൂ. ഒരു ദൈവ പൈതലിൽ ദൈവഹിതം മാത്രമേ നിറവേറുകയുള്ളൂ. വേദവസം പറയുന്നു, എൻ്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അതിലൊന്നും നിലത്ത് വീഴണമെങ്കിൽ തമ്പുരാൻ അറിയണം. കേട്ടോ നാട്ടുകാരെ, ഇവിടെ ആര് ഭരിക്കാൻ കയറിയാലും ഞങ്ങൾക്ക് വിരോധമില്ല. ആര് വേണേലും ഭരിച്ചോട്ട്. പക്ഷെ ഞങ്ങളെ ചൊറിയാൻ വരരുത്. ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്കണം. ഞങ്ങളുടെ നേരെ നീ കൈ ഉയർത്താൻ തുടങ്ങിയാൽ, ഒരു സ്ഥലത്ത് ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഉന്നതൻ മീതെ ഉന്നതനും അതിനു മീതെ അത്യുന്നതനും വ്യാകരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുന്നു. അവന് ബോധിച്ചവൻ അത് കൊടുക്കും. രാജാക്കന്മാരെ വാഴിക്കുന്നതും വീഴിക്കുന്നതും ഞങ്ങളുടെ കർത്താവാ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. സ്തോത്രം, സ്തോത്രം. ഈ വേദവസം പറഞ്ഞ് നിങ്ങൾക്കറിയാമോ? മഹാനായ ബെൽഷസ്സറിന്റെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ അഭിഷക്തനായ ദാനിയേൽ പറഞ്ഞു, തിരുമേനിയുടെ ശ്വാസം കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്, അവനെയാ ഞങ്ങൾ ആരാധിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ അറിയണം, നിങ്ങളുടെയൊക്കെ ശ്വാസം കൈവശമുള്ള ഒരുവൻ ഉയരത്തിലാ, അവനെയാ ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ എല്ലാ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങും. കാരണം ബൈബിൾ പറഞ്ഞു, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ. കാരണം ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ആര് ഭരിച്ചാലും ഇവിടെ ഗുണമാകാൻ പോകുന്നില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലല്ലോ. നന്നാക്കാമെന്ന് പറഞ്ഞ് കയറിയവരൊക്കെ എല്ലാം ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തിനാ കുറഞ്ഞ വില? എല്ലാത്തിനും വില കൂടിയില്ലേ. എവിടാ സ്വസ്ഥതയുള്ളത്? കൊലപാതകം എവിടെ കുറഞ്ഞ്? ആത്മഹത്യ എവിടെ കുറഞ്ഞ്? ഒന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കൊരവസരം തന്നായിരുന്നേ ഞാനും ഭരിക്കാമായിരുന്നു, ലോകം നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും ദൈവം അവസരം കൊടുക്കുക. ഇവരെല്ലാം ഭരിച്ച് മുടിച്ച് കഴിയുമ്പം ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. ഇപ്പോഴും കണ്ണുനീരല്ലേ? 40 എണ്ണത്തെ തട്ടിയില്ലേ നമ്മുടെ സഹോദരങ്ങളെ. എവിടാ സ്വസ്ഥത? പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും സന്തോഷമേ ഉള്ളൂ. ആര് വേണേലും ഭരിച്ചു. ഞങ്ങളുടെ മനോഭാവോടെ പറയാം. അതിലും പെന്തക്കോസുകാരൻ്റെ ഉള്ളിൽ ഈ ബ്ലഡിലൂടെ ഇങ്ങനെ ഒരു പാർട്ടി രക്തം ഒഴുകുന്നുണ്ട്, അവനും കൂടെ കേൾക്കാൻ വേണ്ടി പറയാം. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ ആശാന്മാരെ പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നത്, കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന്. അപ്പം വളരെ രാജ്യമായിട്ടാണ് കൊണ്ടുവരുമ്പോൾ എഴുത്തോലയൊക്കെ വന്ന് എഴുത്ത് ആരംഭിക്കുന്നൊരു ദിവസമുണ്ട്. അപ്പോൾ ഈ എഴുത്തോലയിൽ അവർ എഴുതി കൊടുത്തതെന്ന് ആദ്യത്തെ എഴുത്ത് ഉമ്മതുക്കുതാൻ ഞാൻ വന്നേൻ എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നേക്കാൾ തമിഴ് അറിയാം. വയറ്റിപ്പഴപ്പിനായി ഞാൻ വന്നെന്നാ അതിൻ്റെ അർത്ഥം. ഉമ്മതുക്കുതാൻ ഞാൻ വന്നേ, എൻ്റെ വയറ്റിപ്പഴപ്പിന് വന്നു. പിള്ളേരെല്ലാം ഇത് പഠിക്കാൻ തുടങ്ങി. ഉമ്മതുക്കുതാ ഞാൻ വന്നേൻ, ഉമ്മതുക്കുതാ ഞാൻ വന്നേൻ, ഉമ്മതുക്കുതാ ഞാൻ വന്നേൻ. പോകുന്നിടത്തെല്ലാം പറയും ഉമ്മതുക്കുതാ ഞാൻ വന്നേൻ. രക്ഷകർത്താക്കളെ ദേഷ്യമായി പിള്ളേർ പോകുന്നിടത്തെല്ലാം ഉന്മുതുക്കതാ ഞാൻ വന്നെന്ന് പറയുന്നു. ഈ ആശാനെ കൊള്ളത്തില്ല, നമുക്ക് ഈ ആശാനെ മാറ്റണം, മറ്റൊരു ആശാനെ കൊണ്ടുവരണം. ഈ ആശാനെ മാറ്റി മറ്റൊരാശാനെ കൊണ്ടുവന്നു, രാജകീയമായി കൊണ്ടുവന്നു. ആശാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ചെയ്തത് എന്നാ പണിയാ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ഓലയെല്ലാം വലിച്ചു കീറിക്കളഞ്ഞു. പുള്ളിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പുതിയ ഓല കൊണ്ടുവരാൻ പറഞ്ഞു, പുതുതായി എഴുതണമെന്ന് പറഞ്ഞു. പുള്ളി ഓല കൊണ്ടുവന്ന് എഴുത്താരംഭിച്ചു. എന്താ എഴുതിയെന്നറിയാമോ? ഉന്മുതുക്കതാൻ അവൻ വന്നേൻ, അതുക്ക് താനേ ഞാനും വന്നേൻ. അവൻ വയറ്റിപ്പഴപ്പിന് വന്നു, ഞാനും അതിനാ വന്നേ. ഇവിടെ ആര് വന്നാലും ലോകം നന്നാകില്ല. ഇത് ഇടിയേറ്റ വണ്ടിയാ, ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടിയാ. ഇത് ടോട്ടൽ ലോസ്റ്റിൽ തള്ളിയിരിക്കുക. ഇതെവിടെ ഇടിച്ചു നിൽക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം എന്നേക്കുമുള്ള നിത്യരാജ്യത്തെ സ്ഥാപിക്കും. അതുവരെ ഭൂമിയിൽ സമാധാനം ദിവാസ്വപ്നമായിരിക്കും. ഒന്നുകൂടെ ശക്തിയോടെ സന്തോഷത്തോടെ സ്തോത്രം പറയാം. കയ്യൊന്ന് നാട്ടി സ്തോത്രം പറഞ്ഞാട്ട് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ദൈവഹിതം നിറവേറും. അവരെ തകർക്കാൻ ഒരു ശക്തിയും കഴിയില്ല. ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് സെക്കറിയ ദീർഘദർശി, സെക്കറിയ പ്രവാചകൻ പ്രസന്റ് സിറ്റുവേഷനിലെ
നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ തൊട്ടു മുമ്പുള്ള ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ച പ്രവചന ഭാഗം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയതല്ല. ക്രിസ്തുവിൻ്റെ വരവിന് അല്ലെ ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് സക്കറിയ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം. വായിച്ചാട്ട് സഹോദര, വായിച്ചാട്ട്. ആരാ വായിക്കുന്നത്? സക്കറിയ പ്രവചനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ചവനുമായ യഹോവയുടെ അരുളപ്പാട്. കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ്. ഈ വേദപുസ്തകം ആരുടെ വകയാണെന്നുള്ളതിന് മറുപടിയാണ് അവിടെ. എന്താ എഴുതിയിരിക്കുന്നത്? പ്രവാചകം ആകാശം വിരിക്കുകയും ഭൂമിക്കടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ ആക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനം ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെ വകയല്ല, CSAക്കാരുടെയോ CMSകാരുടെയോ യാക്കോബക്കാരുടെയോ മർത്തോമക്കാരുടെയോ വേർപാടുകാരുടെയോ വകയല്ല. ഇത് ആകാശം വിരിച്ചവന്റെ വകയാണ്, ആഴിക്കടിസ്ഥാനമിട്ടവന്റെ വകയാണ്, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കിയവന്റെ വകയാണ്. അത് മാത്രമാണോ? എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്ത പദം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഈ വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, വേദപുസ്തകത്തിൽ ഏകദേശം 3000-ഓളം പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നൊരു പദമുണ്ട്. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ ആദ്യത്തെ 10 പേജിനുള്ളിൽ 30-ലധികം തവണ ഇങ്ങനെ ഊഹിക്കാം, ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ കരുതാം, ഇങ്ങനെ വിശ്വസിക്കാം, ഇങ്ങനെ ചിന്തിക്കുവാൻ വിശ്വസിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഊഹിക്കാമെന്നില്ല, ഇങ്ങനെ കരുതാമെന്നില്ല, ഇങ്ങനെ ചിന്തിക്കാമെന്നില്ല. അവൻ കൽപ്പിച്ചു, അവ സ്ഥാപിതമായി. ഹല്ലേലൂയ. വേദപുസ്തകം ഊഹങ്ങളല്ല, വേദപുസ്തകം ചിന്തകളല്ല, വേദപുസ്തകം വിശ്വസിക്കാൻ ബാധ്യസ്ഥതയല്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം വിളിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യഹോവ ഇപ്രകാരം വിളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇപ്രകാരം വള്ളി ചെയ്യുന്നു. എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പുടിൻ പറയുന്ന പോലെയല്ല, ട്രംപ് പറയുന്ന പോലെയല്ല, മോദി സാറ് പറയുന്ന പോലെയോ ചാണ്ടി സാറ് പറയുന്ന പോലെയോ പിണറായി സാറ് പറയുന്ന പോലെയല്ല. തമ്പുരാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവനാ. സ്തോത്ര ശക്തിയോടെ കേൾക്കണം. ഈ മനുഷ്യൻ പറഞ്ഞാൽ തന്നെ അവർക്ക് ചെയ്യാൻ 2020 ഇന്നത് ചെയ്യാവുന്ന ഒരാൾ പറഞ്ഞാൽ അതുവരെ നീ ഇരുന്നിട്ടല്ല ചെയ്യത്തുള്ളൂ, അല്ലേ? സ്തോത്രം. പക്ഷെ തമ്പുരാൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനാണ്. അവൻ നിത്യനായ ദൈവമാണ്. അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. അവൻ ഫറവോനെ നോക്കി, ഫറവോനെ നീ ചെങ്കടൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഫറവോൻ ചെങ്കടൽ കടക്കില്ല. അവൻ നെബൂഖദ്നേസർ നോക്കി, നെബൂഖദ്നേസറേ നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റിക്കുമെന്ന് പറഞ്ഞാൽ ഏത് സിംഹാസനത്തിലിരുന്നാലും ചെവിക്ക് പിടിച്ചിറക്കി പുല്ല് തീറ്റിക്കാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന നിന്നെ നോക്കി വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും, സഹായിക്കുമെന്ന് പറഞ്ഞാൽ സഹായിക്കും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കുവാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. എത്രവർ വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും, അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. എത്രവർക്ക് വിശ്വാസമുണ്ട്? അവൻ കൽപ്പിച്ചാൽ ചെങ്കടൽ വഴിമാറി ഒഴുകും, അവൻ കൽപ്പിച്ചാൽ യോർദാൻ രണ്ടായി പിളരും, അവൻ കൽപ്പിച്ചാൽ എരിയോ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും, അവൻ കൽപ്പിച്ചാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഈ രാത്രി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടും. എന്റെ ദൈവം കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. പോരാ പോരാ പോരാ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ വാച്ചിൽ ഇപ്പോൾ സമയം 8:35. നിങ്ങൾ വാച്ച് നോക്കരുത്, നിങ്ങളുടെ സമയം വേറെ ആയിരിക്കും, ഓരോരുത്തരുടെ സമയം വേറെയാ. ഞാൻ പ്രസംഗിക്കുന്ന സർവശക്തനായ ദൈവം ഇപ്പോൾ പറഞ്ഞെന്നിരിക്കട്ടെ,
ഇന്ന് 12:10 റാന്നി മുതൽ എരിമേലി വരെ 12:10 കുലുങ്ങട്ടെ തമ്പുരാൻ പറഞ്ഞാൽ ഇന്ന് 12:10 ഇവിടം കുലുങ്ങിയിരിക്കും. റാന്നിക്ക് അപ്പുറം പോകത്തില്ല, എരിമേലിക്ക് ഇപ്പുറം പോകത്തില്ല, ഇതിനകടെ നിൽക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞിട്ടിരിക്കട്ടെ, ഇന്ന് 11:59 റാന്നിയിൽ നിന്ന് കിഴക്കോട്ട് ഒരു കൊടുങ്കാറ്റടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ന് 11:59 ആ കാറ്റ് ഇവിടെ അടിച്ചിരിക്കും. ഇവിടുത്തെ ജില്ലാ കളക്ടർ അറിയത്തില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയത്തില്ല, MLA അറിയത്തില്ല, അറിഞ്ഞാൽ അവർക്ക് തടയാനും ഒക്കത്തില്ല. റാന്നിയൊക്കെ വെള്ളം പൊങ്ങിയത് കണ്ടില്ലേ? ആരെങ്കിലും ചിന്തിച്ചതാണോ? ഒരാഴ്ച കൊണ്ട് 4 നില കെട്ടിടത്തിന് മണ്ടയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ തമ്പുരാന് കഴിയുമെന്ന് മനസ്സിലായല്ലോ. യോനയുടെ കാലം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി തന്നില്ലേ? ഒറ്റയാഴ്ച കൊണ്ട് ഞങ്ങളിപ്പോൾ ഇടയാറമ്മള വഴിയാണ് വന്നേ. 4 നില കെട്ടിടത്തിൻ്റെ വലിപ്പം വെള്ളം പൊക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നോഹയുടെ കാലത്ത് ആഴിയുടെ ഉറവയോടെ തുറന്നു കൊടുത്തു. പ്രൈസ് ലോർഡ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ മുമ്പിൽ ഇത് തെളിയിച്ചത് ഈ വേദപുസ്തകം സത്യമാണെന്ന് തെളിയിക്കാനാ. അപ്പം തമ്പുരാൻ പറഞ്ഞാൽ ആ കാറ്റിവിടെ അടിച്ചിരിക്കും. ഇപ്പം പേടിക്കേണ്ട, ഇപ്പം പറഞ്ഞ ഭീമോനശനാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞാൽ അടിച്ചിരിക്കും. ആർക്കും തടയാനൊക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. ദൈവം ഒരുത്തനെ ഇടിക്കാൻ തീരുമാനിച്ചാൽ, പൊളിക്കാൻ തീരുമാനിച്ചാൽ അവനെ പണിയാൻ ആർക്കും കഴിയില്ല. ദൈവം നിന്നെ പറിക്കാൻ തീരുമാനിച്ചാൽ നിന്നെ നടാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ നിന്നെ നിർത്താൻ ആർക്കും കഴിയില്ല. നല്ല മറുവശം ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം ഒരുത്തനെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും അവനെ കുലുക്കാൻ കഴിയില്ല. ദൈവം ഒരുവനെ പണിയാൻ തീരുമാനിച്ചാൽ അവനെ പൊളിക്കാൻ ആർക്കും കഴിയില്ല. ദൈവം ഒരുവനെ നടാൻ തീരുമാനിച്ചാൽ അവനെ പറിക്കുവാൻ ആരും കഴിയില്ല. കൈയടിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് പറ, സ്വർഗത്തിലെ ദൈവം നമ്മെ നടും, അവൻ നമ്മെ പണിയും, ലോകത്തിൽ ആർക്കും നമ്മെ ഇടിക്കാൻ കഴിയില്ല. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നമ്മളാകുന്ന ദൈവത്തിൻ്റെ കരുണയാലാണെന്ന് ഓർത്തോണം. തമ്പുരാൻ ഭൂമിയെ കുലുക്കാൻ തുടങ്ങിയാൽ, ആകാശത്തിന് ഉറവ തുറക്കാൻ തുടങ്ങിയാൽ, പൊടുവട പൊട്ടിക്കാൻ തുടങ്ങിയാൽ ഇവർക്കാർക്കും ഒന്നും ചെയ്യാനൊക്കില്ല. നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചോണം. ബൈബിൾ പറയുന്നു, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി, നീ നിൻ്റെ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ദൈവം മുഖം മറച്ചാൽ നാം ഭ്രമിച്ചു പോകും. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോകുന്നു. വായിച്ചു അടുത്ത വാക്യം, 12 അടുത്ത വാക്യം വായിച്ച്. പ്രവാചകം, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ തിരോധാനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും. ശ്രദ്ധിച്ചു വായിക്കണം. അന്നാളിൽ എന്ന് ശ്രദ്ധിക്കണം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. വായിച്ചോ. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. 2700 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയ പ്രവാചകനോട് 4 കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുന്ന തൊട്ടു മുമ്പുള്ള ഇസ്രായേലിന്റെ അവസ്ഥ. ഇവിടെ ഒരു പ്രധാന പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നാളിൽ എന്നൊരു പദമാണ്. 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ വരുമ്പോൾ വീട്ടിൽ പോയി എണ്ണി നോക്കണം. 16 പ്രാവശ്യം അന്നാളിൽ എന്നൊരു പദമുണ്ട്. ആ അന്നാളിൽ അവസാനിക്കുന്നപ്പോഴാണ് ഞാൻ പിന്നെ വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ ഇങ്ങനെയാണ് വായിച്ചത്. 1, അന്നാളിൽ ഞാൻ ഇസ്രായേലിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിപ്രപാത്രമാക്കും. 2, ഇസ്രായേൽ ഞാൻ ഭാരമുള്ള കല്ലാക്കി വെക്കും. 3, അവനെ തൊടുന്നവനെല്ലാം കഠിനമായി മുറിവേൽക്കും. 4, സകല ജാതികളും അവർക്കെതിരായി വരും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നിവർത്തിക്കപ്പെടുന്നു. 1, ഞാൻ പരിപ്രപാത്രമാക്കും. ലോകത്തിനവർ പരിഭ്രമമാണ്. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാത്ത അവസ്ഥ. 2, ഭാരമുള്ള കല്ലാക്കും. തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും. 3, ഈ 3 കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ഒരു പ്രധാന നേതാവ് നിജാദ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന നിജാദ് പറഞ്ഞത്, അറബി രാജ്യങ്ങളുടെ മാർവിലെ ക്യാൻസറാണ് ഇസ്രായേൽ. ആ ക്യാൻസറിനെ ഞാൻ അറബിക്കടലിൽ താഴ്ത്തുമെന്ന് നിജാദ് പറഞ്ഞു, ഈജിപ്തിൻ്റെ പ്രസിഡന്റ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആ കസേരയിലില്ല. പക്ഷേ ഇസ്രായേൽ ഇന്നും അവിടെ ഉണ്ട്.
ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് തുല്യം നിൽപ്പാൻ ആര്? നിന്നെ പറത്തുമെന്ന് പറയുന്നവനെ എൻ്റെ ദൈവം പറത്തും. നിന്റെ ഒതുക്കും എന്ന് പറയുന്നവനെ എൻ്റെ ദൈവം ഒതുക്കും. ദൈവം നിന്നെ നിർത്താൻ ശക്തനായവനാ. ഒന്നുകൂടെ കൈയടിച്ച് സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറയും. ലോകത്തിനവർ പരിഭവപാത്രമാണ്, തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശാന്തമായി. ഇവിടെ ഗ്രാമത്തിലുള്ളവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ലോകം മുഴുവൻ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മിനിയാന്ന് നമ്മുടെ നാട്ടിലും ഈ ജമ്മു കാശ്മീരിൽ ഭീകരന്മാരുടെ സ്ഫോടനം നടന്നു, ഭീകരാക്രമണം നടന്നു. ലോകം മുഴുവൻ, അമേരിക്കയിലും നടക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ അവർ തൊട്ടിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ ഏത് നിമിഷവും എപ്പോഴും ഇതുണ്ടാകാം, ഭീകരാക്രമണം ഉണ്ടാകാം. പക്ഷേ ഇത്രയും കാലത്തെ ചരിത്രം നോക്കൂ, ഇസ്രായേലിൽ ഒരു ഭീകരാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ISSൻ്റെ തലവൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഞങ്ങൾക്കാരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ മൊസാദിനെയാണ്. കാരണം അവനെ തൊട്ടാൽ പിന്നെ ഞങ്ങൾ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാലത്ത് ഇസ്രായേലിൻ്റെ സർവ്വസൈന്യാധിപൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ കെട്ടിച്ചിട്ട് ഇനിയും എല്ലാവരും ഇവിടെ വാഴാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ എല്ലാത്തിനും ഞങ്ങൾ തൂത്തുവാരി കൊണ്ടുപോകുന്നു. അതിനുള്ള സാധനം ഇവിടെയുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അതാണ് അവരെ ഭയം. ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, അവർ പരിഭവപാത്രമാകും, തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും, പിന്നെ ഭാരമുള്ള കല്ലാക്കി വെക്കും. 4-മത്തൊരു കാര്യമാണ് പ്രധാനം, സകല ജാതികളും അവർക്കെതിരായി വരും. അതുകൂടെ സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ കാൽ ഒലുമലയിൽ ചവിട്ടപ്പെടും. ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയാം. സകല ജാതികളും, നമുക്കുള്ള ദൂത അതിനകത്തുണ്ട്. സകല ജാതികളും. നിങ്ങൾക്കറിയാമോ, ലോകം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടമുണ്ട്. ഒബാമ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഇസ്രായേൽക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക നന്മകൾ ഇല്ലാതാക്കി. കാരണം അമേരിക്കയും ബുദ്ധിമുട്ടിലായി. ഇസ്രായേൽ എന്ന രാജ്യം നിൽക്കുന്നത് ഇവരുടെയൊക്കെ സഹായത്തിലാണ്. എല്ലാവർക്കും അറിയാം, അമേരിക്കക്കാർ സഹായിക്കുന്നു, ഇംഗ്ലണ്ടുകാർ സഹായിക്കുന്നു. പിന്നെ അവിടെ ഉള്ളത് ടൂറിസമാണ്. അതായത് പിൽഗ്രിമേജസ്, യേശു കർത്താവിൻ്റെ കല്ലറകളും അവനെ ക്രൂശിച്ചടുമൊക്കെ കാണാൻ നമ്മുടെ ആളുകൾ ഉൾപ്പെടെ അവിടെ ചെല്ലുന്നുണ്ട്. ഞാനും ഇവിടെ പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ ഈ സ്ഥലം കാണാനായി പോകുന്നു. ടൂറിസമാണ്. പിന്നെയുള്ള ഫ്രൂട്ട്സുകളാണ്, പിന്നെ വെപ്പൺസാണ്, ആയുധം. അവർക്ക് പെട്രോളില്ല, അവരിങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതിൽ മറ്റൊരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇസ്രായേലിന് തൊട്ടപ്പുറത്ത് യോർദാനാണ്. യോർദാനിൽ നിന്ന് 12 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാലേ ഇസ്രായേലിലെത്തത്തുള്ളൂ. യോർദാനിലാണ് ഇവിടുന്ന് പോകുന്നവരെല്ലാം ഇറങ്ങുന്നത്. ഈ യോർദാനിലേക്കുള്ള യാത്ര നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ തീക്കൽപ്പാറകളാണ്, മരുഭൂമിയാണ്, ഒന്നും അടങ്ങുമില്ല. കുറേ ആട്ടിടയന്മാർ ഇങ്ങനെ ആടിനെ കൊണ്ട് അടക്കുന്നത് കാണാം. അതിനിപ്പുറത്ത് വന്നു കഴിഞ്ഞ് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ 24 മണിക്കൂർ തീക്കൽപ്പാറ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടിംപാറ, പച്ചപ്പുല്ലൊന്നുമില്ല അവിടെ. ആ തീക്കൽപ്പാറയിലൂടെ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വഴി എത്ര അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയാൻ വന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേലിൻ്റെ ചുറ്റും മരുഭൂമിയാണ്. സ്തോത്രം. അപ്പുറത്ത് തീക്കൽപ്പാറ, ഇപ്പുറത്ത് മരുഭൂമി. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു പാലും തേനും ഒഴുകുന്ന കനാൻ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? സകല ചുറ്റുപാടും മരുഭൂമിയാണെങ്കിലും നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം ആ മരുഭൂമിയുടെ നടുവിൽ നിനക്കൊരു കനാൻ ഒരുക്കുവാൻ ശക്തിയുള്ള ദൈവമെന്നാണ് ഈ രാത്രി പറയുന്നത്. മനസ്സിലായവർ ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. അതാണ് അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു പദമുണ്ട്, സകല ജാതികൾ അവർക്കെതിരായി മാറും. അങ്ങനെ അമേരിക്ക അവർക്ക് കൊടുത്തുകൊണ്ടുള്ള സഹായം പിൻവലിച്ചു. നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ട് പിൻവലിച്ചു. എൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നേ. ആ സമയത്ത് ഒരത്ഭുതം ഇസ്രായേലിൽ നടന്നു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം. എന്താ ഒരത്ഭുതം നടന്നെന്നറിയാമോ? അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ ഇനിയും കാശില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്തു. എന്താ അത്ഭുതം എന്നറിയാമോ? മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളർ വരുമാനമുണ്ടാകുന്ന ഒരു ധാതു നിക്ഷേപം ഇസ്രായേലിലെ ഡെഡ് സീയുടെ അരികിൽ കണ്ടെത്തി. ധാതു നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമണലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളർ വരുമാനമുള്ളൊരു ധാതു നിക്ഷേപം. അതിപ്പോൾ അവിടെ കൊണ്ടിട്ടതല്ല, നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും കൈവിട്ടപ്പം ദൈവം അവർക്കിത് തുറന്നു കൊടുത്തു.
വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവ പൈതലേ, ദൈവത്താൽ വിളിക്കപ്പെട്ട നിന്നെ പുലർത്താൻ അറിയ ദൈവത്തിന് ഒരു വഴിയല്ല, 1000 വഴിയുണ്ട്. എത്രവർക്ക് കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, ഒരു വാതിൽ അടയ്ക്കപ്പെട്ടാൽ 9 വാതിൽ ദൈവം നിനക്കായി തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കത്തില്ല. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഈ രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ നന്മയുടെ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് മറ്റൊന്ന് ദൈവം തുറന്നിട്ടിട്ടുണ്ട്. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാവരും അന്യഭാഷയിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാൽ, നിന്റെ നന്മയുടെ ഒരു ഉറവ അടയുമ്പോൾ 9 ഉറവകൾ ദൈവം തുറന്നിരിക്കും. ഒരു നന്മയെ തുറന്നിടാതെ ഒരു നന്മ അടയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ചെറുപ്പക്കാരോടാ പറയുന്നത്, കുഞ്ഞേ, 2 പരീക്ഷ തോറ്റെന്ന് വിചാരിച്ച് നിൻ്റെ അവസാനമല്ല. 4 ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നിനക്ക് ജോലി കിട്ടാതിരിക്കത്തില്ല. 5 കല്യാണാലോചന മുടങ്ങിയത് കൊണ്ട് നിന്റെ കല്യാണം നടക്കാതിരിക്കത്തില്ല. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഒരു വാതിൽ അടഞ്ഞെങ്കിൽ മറ്റൊരു വാതിൽ ദൈവം തുറന്നിരിക്കും. ഒന്നടഞ്ഞെങ്കിൽ മറ്റൊന്ന് തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയത്, ഉന്നതമേറിയത്, ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത് ദൈവം കരുതിയിട്ടുണ്ട്. കുഞ്ഞേ, വിശ്വസിക്കണം. ഈ രാത്രി ദൈവനോട് സംസാരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തി സ്തോത്രം പറ. എന്നോടെ പറയാം, 2 പരീക്ഷ തോറ്റെന്ന് വിചാരിച്ച് നീ കയറെടുക്കരുത്, കെട്ടിത്തൂങ്ങരുത്, റെയിൽവേ ട്രാക്ക് തപ്പരുത്, വിഷക്കുപ്പി തപ്പരുത്, കിണറ്റിൽ ചാടരുത്, നരമ്പ് മുറിക്കരുത്. അത് നിന്റെ അവസാനമല്ല. കഴിഞ്ഞ രാത്രി ഞാൻ ഭാരതപ്പുഴ കൺവെൻഷന് മറ്റൊരു വിഷയം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മാൻസ് എസ്റ്റിമേറ്റ് ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യന്റെ പരമാവധി എൻ്റെ ദൈവത്തിൻ്റെ അവസരമായിരിക്കും. ലോകത്തിൽ സകല ആളുകളും നിന്നെ കൈയൊഴിയുമ്പോൾ, മാനുഷികമായ കൈകൾ താണുപോകുമ്പോൾ, ക്ഷീണമേക്കാത്തൊരു കരം നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പ്രവൃത്തി ആരംഭിച്ചിരിക്കും. നീ ഭാരപ്പെടരുത്. ഞാൻ ഈ ദൈവദാസന്മാരോടും പറയാം, ഇപ്പം സ്ഥലം മാറ്റത്തിൻ്റെയൊക്കെ സമയമല്ലേ. ഒരു സഭ നീ കർത്താവിന് വേണ്ടി നിന്നതിനാൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നതിനാൽ, നീ പ്രമാണത്തിന് വേണ്ടി നിന്നതിനാൽ ഒരു സഭ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ 9 സഭ നിന്നെ തേടി വരും. ഒന്നുകൂടെ പറയാം, നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതിനാൽ ഒരു സ്റ്റേജ് നിനക്ക് വിലക്കപ്പെട്ടാൽ 1000 സ്റ്റേജ് കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരും. ആമേൻ. എത്രയൊക്കെ ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും. നീ ഉറവകളെയല്ല ആശ്രയിക്കേണ്ടത്, ഉറവിടത്തെ ആശ്രയിക്കണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നീ ഉറവകളെ ആശ്രയിക്കരുത്, നീ ഉറവിടത്തെ ആശ്രയിക്കുക. സർവശക്തനായ ദൈവം നിന്റെ ഉറവിടമാണെങ്കിൽ എത്ര ഉറവകൾ അടഞ്ഞാലും പുത്തൻ ഉറവകൾ അവൻ തുറന്നുകൊണ്ടിരിക്കും. ഒരു വാതിലടഞ്ഞാൽ മറ്റൊന്ന് ദൈവം നമുക്കായി തുറക്കും. ഭാരപ്പെട്ടു പോകരുത്. ഈ രാത്രി നിന്റെ മുമ്പിൽ എല്ലാ വഴിയും കൊട്ടിയടയ്ക്കപ്പെട്ടോ? ആരെങ്കിലുമൊക്കെ നിന്റെ നന്മയുടെ ഉറവുകളെ അടച്ചു വെച്ചോ? സ്തോത്രം പോരാ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഈ ഉറവയ്ക്കൊരു പ്രത്യേകതയുള്ളത്, അത് മണ്ണ് വെച്ച് അടച്ചാൽ കുറേ നേരം ഒന്ന് തടഞ്ഞു നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു പാച്ചിലായിരിക്കും. സകല തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് ഒരു പാച്ചിൽ വരും. ആരോടൊക്കെയോ രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ ചില നന്മകൾ ചിലരൊക്കെ തടഞ്ഞു വെച്ചെങ്കിൽ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു ഉറവ, പാഞ്ഞൊഴുകുന്നൊരറവ. ആരൊക്കെയോ വീഡിയോ കാണുന്ന സുഹൃത്തെ, പാഞ്ഞൊഴുകുന്നൊരറവ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കും. ഇത് തടഞ്ഞു നിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, സകല തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കുത്തും കൊത്തി ഒഴുകുന്നത് പോലെ, കുലം കൊത്തി പാഞ്ഞു വരുന്ന പോലെ ഒരു നന്മയുടെ ഉറവ പാഞ്ഞു വരും. പോരാ. എല്ലാവരും ശക്തമായി കരമടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാൽ. നമ്മുടെ സമയം വളരെ പോകുന്നു. ഇസ്രായേലിന്റെ ചരിത്രം 3 ആയി തിരിക്കാം. 1, അവർ അനുഗ്രഹം അനുഭവിച്ച കാലഘട്ടം. 2, അവർ ചിതറപ്പെട്ട കാലഘട്ടം. 3, അവരുടെ ആസ്ഥാനത്തിന്റെ കാലഘട്ടം. ശ്രദ്ധിക്കൂ,
അവരുടെ ഒന്നാമത്തെ നേതാവായ മോശയിലൂടെ തന്നെ ഈ 3 കാലഘട്ടം ദൈവം അവരെ മുന്നറിയിച്ചു. അതായത് ഒരു രാജ്യം സ്ഥാപിക്കപ്പെടും മുമ്പ് തന്നെ 6000 വർഷം വരെയുള്ള ചരിത്രം മുന്നമേ ബൈബിളിൽ രേഖപ്പെടുത്തിയ വസ്തു. അതായത് ആ രാജ്യം ഫോം ചെയ്യപ്പെടും മുമ്പ് മിസ്രൈമിൽ നിന്ന് അവർ കനാനിലേക്ക് പോകുന്ന യാത്രയിൽ സീനായി പർവ്വതത്തിൽ വെച്ച് തമ്പുരാൻ കൊടുത്ത പ്രമാണത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് തമ്പുരാനോട് പറഞ്ഞു. നിങ്ങൾക്കറിയാം, എല്ലാം വായിക്കാൻ സമയമില്ല, എടുത്താട്ടെ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം കാണാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്ക് വരുമെന്ന് പറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വലിയൊരു പട്ടിക. അകത്ത് വരുമ്പം നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലിയുടെ പേരും പുറപ്പും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവൻ നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം ഒരു സഭയിലുണ്ടെങ്കിൽ അവർ നിമിത്തം ആ സഭ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ വിളിക്കുന്ന 10 ദൈവമക്കളൊരു നാട്ടിലുണ്ടെങ്കിൽ അവർ നിമിത്തം ആ നാട് അനുഗ്രഹിക്കപ്പെടും. ചാരിവേലി ദേശമേ, ഇവിടെയുള്ള പാപപ്പെട്ട ദൈവമക്കൾ നിങ്ങൾക്കൊരു ഭാരമല്ല, നിങ്ങൾക്കൊരു ശാപമല്ല, അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾ അറിയും അവരിവിടുന്ന് പോയി കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കൈകൾ ഉയർത്തി ആട്ടി സ്തോത്രം പറയാം. 28-ാം അധ്യായം സമൃദ്ധിയുടെ കാലം, അനുഗ്രഹം വിവരിക്കാൻ നേരമില്ല. 28-ാം അധ്യായത്തിൻ്റെ 63 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അവിടെ അനുഗ്രഹത്തിന് പകരം തിരസ്കരണത്തിന്റെ കാലഘട്ടം വായിച്ചോ. 63 മുതൽ വാക്യം വേഗത്തിൽ. ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. അവിടെ 10ഓളം കാര്യങ്ങളുണ്ട്, വീട്ടിൽ പോയി നോക്കണം. അവരെ തിരസ്കരിക്കും ദൈവം. തിരസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 10 കാര്യങ്ങൾ ഞാൻ പറയാം. 1, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ നിങ്ങളെ പറിച്ചു കളയും. അവിടെ എഴുതിയിരിക്കുന്ന ചിതറിക്കും, ചുരുക്കമാക്കും, നശിപ്പിക്കും, പറിച്ചു കളയും. ജാതിയുടെ മധ്യം നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടിയില്ല. രാവും പകലും നിങ്ങൾ പേടിച്ചു പാർക്കും. പ്രാണഭയം നിങ്ങളെ വിട്ടുമാറില്ല. നിങ്ങളെ വിൽക്കുവാൻ നിർത്തും, വാങ്ങുവാൻ ആരും ഉണ്ടാകില്ല. ഹോവ നിങ്ങൾക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നീ കൈതൊടുന്ന എല്ലാറ്റിലും പ്രാക്കും ശാപവും പരിഭ്രമവും ആക്കും. സകല രാജ്യങ്ങൾക്കും നിങ്ങളൊരു ബാധയായി മാറും. ഈ 10ഓളം പ്രവചനങ്ങൾ അവരിൽ നിവർത്തിക്കപ്പെട്ടു. പിന്നീട് ഞാൻ അവയെക്കുറിച്ച് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വേദപുസ്തകം എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. ചിതറിക്കുമെന്ന് പറഞ്ഞ ദൈവം തന്നെ അവരെ യഥാസ്ഥാനപ്പെടുത്തുമെന്നും പറഞ്ഞു. അതുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചോട്ട്. ആവർത്തനം 30-ന്റെ 3-4 വാക്യങ്ങൾ. നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അടുത്ത വാക്യം. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ കൂട്ടിച്ചേർക്കുമെന്നാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകം 28-ൽ ഞാൻ നിങ്ങളെ വാരി വിതറും എന്ന് ദൈവം പറഞ്ഞു. വാരി വിതറും. നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 27:12 വായിച്ചേ. യെശയ്യാവ് 27:12 വേഗത്തിൽ. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമതിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. നോക്കൂ, വാരി വിതറുമെന്ന് പറഞ്ഞ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ പെറുക്കിയെടുക്കും. വാരി വിതറുന്ന ദൈവം പെറുക്കിയെടുക്കുവാനും ശക്തിയുള്ള ദൈവമാണ്. കയ്യൊന്നുയർത്തിയാടെ സ്തോത്രം പറഞ്ഞാൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ശവക്കുഴിക്കുള്ളിലായാലും നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇവിടെ മറ്റൊരു മർമ്മം കൂടെ ഗ്രഹിക്കണം. വാരി വിതറുന്ന ദൈവം പെറുക്കിയെടുക്കുവാനും ശക്തിയുള്ളവനാണ്. വേദവസം പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ അരികിൽ ചെന്നിട്ട് മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങളൊക്കെ വാട്സാപ്പിൽ ഈ മെസ്സേജ് കണ്ട് കാണും. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരിക. ആ ഇരുമ്പ് കഷ്ണം ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി മണ്ണിൽ വിതറാൻ പറഞ്ഞു. പൊടിയാക്കി മണ്ണിൽ വിതറി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു കാന്തം കൊണ്ടുവരിക, ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരിക. ആ ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വിതറിയ ആ ഇരുമ്പ് പൊടിയുടെ മുകളിലൂടെ ഈ കാന്തം, ഈ മാഗ്നറ്റിക് ദണ്ട് ഇങ്ങനെ ഓടിച്ചപ്പോൾ അവിടെ ചിതറിക്കിടന്ന സകല ഇരുമ്പ് പൊടിയും ടപ്പെന്ന് പറഞ്ഞ് പറന്ന് ഈ കാന്തത്തേക്ക് പിടിച്ച് ഒന്നായി മാറി. അദ്ദേഹം പറഞ്ഞു,
കേവലൊരു കാന്തത്തിന് മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പ് പൊടിയെ മേളോട്ട് വലിച്ചെടുത്ത് ഒന്നിക്കാൻ കഴിഞ്ഞെങ്കിൽ സകലത്തെ നിന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന് കഴിയത്തില്ലയോ? അതാണ് വേദപുസ്തകം പറഞ്ഞു, നീ മനുഷ്യനെ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിന്ന് വള്ളി ചെയ്യുന്നു. മണ്ണിൽ അയക്കുന്ന ദൈവത്തിന് നമ്മെ കൂട്ടിച്ചേർക്കുവാനും കഴിയും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയും. അപ്പം വേദപുസ്തകം പറഞ്ഞു ഒന്നെ ചിതറിക്കും, അതേ വേദപുസ്തകം പറഞ്ഞ് നിങ്ങളെ കൂട്ടിച്ചേർക്കും. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, സക്രിയാപ്പനും 12-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന അന്നാളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അന്നാളിൽ അവസാനിക്കുന്നത് സക്രിയാപ്പനും 14-ാം അധ്യായം വായിക്കുക. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ്. വായിച്ചു 14:4. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ, അന്നാളിൽ ഇസ്രായേലിനെ ഞാൻ പരിഭ്രമാത്രമാക്കും, ഭാരമുള്ള കല്ലാക്കി വെക്കും, തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും, സകല ജാതികളും അവർക്കെതിരായി വരും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒരു മലയിൽ ചവിട്ടപ്പെടും, ഒരു മല രണ്ടായി പിളർക്കപ്പെടും. അതിന്റെ 5-ാം വാക്യം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ, അന്നാളിൽ നിന്റെ ദൈവമായ യഹോവയും അവനോടുകൂടി സകല വിശുദ്ധന്മാരും വരും. എപ്പോൾ? സകല ജാതികളും ഇസ്രായേലിനെതിരായി മാറുന്ന കാലത്ത്, ഇസ്രായേൽ ഭാരമുള്ള കല്ലായി മാറുന്ന കാലത്ത്, അവനെ തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കുന്ന കാലത്ത്, അവർ ലോകത്തിന് പരിഭ്രമമായി മാറുന്ന കാലത്ത്, നിന്റെ ദൈവമായ യഹോവയും അവനോട് സകല വിശുദ്ധന്മാരും വരും. യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധർ ഉയർക്കാറായി. വിശ്വസിക്കുന്നവർ കരമുയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയട്ടെ. ചരിത്രം പഠിച്ചാൽ BC 608 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ആദ്യമായി ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് അവരെ പ്രവാസികളായി പോകുന്നത്. BC 538 കുറച്ചാളുകൾ വന്ന് ദേവാലയം പുനഃസ്ഥാപിച്ചു. BC 63 റോമൻ സംസ്ഥാനത്തൊരു കുറച്ച് പ്രൊവിൻസായി അവർ മാറി. അതിലൊക്കെ അത്ഭുതങ്ങളുണ്ട്. ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ ഒരു പ്രത്യേക കാലഘട്ടമായപ്പോൾ അവരുടെ നാട്ടിൽ മടങ്ങി വന്നു. യേശു ജനിക്കേണ്ട കാലമായപ്പോൾ അവരോട് വന്നു. എന്താ കാര്യമെന്നറിയാമോ? നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും നിന്നെ മേയിക്കേണ്ടവൻ നിന്നിൽ നിന്ന് വരുമെന്ന് ഈ ബൈബിൾ പറഞ്ഞു. അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു ബേത്ലഹേമിലെ എഫ്രാത്തയിൽ ജനിക്കണമെന്നും യേശു യഹൂദ ഗോത്രത്തിൽ ജനിക്കണമെന്നും ഈ വേദപുസ്തകം പറഞ്ഞതുകൊണ്ട് ലോകം മുഴുവൻ ചിതറപ്പെട്ടവൻ ആ പ്രത്യേക കാലഘട്ടത്തിൽ അവിടെ വന്നു. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറയൂ. മറ്റൊരു പ്രവചനം, അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്ന. ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ അവിടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം യേശു മടങ്ങി വരാൻ കാലമായി. കുത്തിയവങ്കലേക്ക് അവർ നോക്കണമെങ്കിൽ അവനെ കുത്തിയവർ അവിടെ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ BC 63 അവർ ഒരു പ്രത്യേക പ്രൊവിൻസായി മാറി. ഈ പ്രവചനത്തിന് നിവൃത്തിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇസ്രായേൽ ജനിച്ചു. അവൻ യെരൂശലേമിലേക്ക് ചെന്നപ്പോൾ അവർ അവനെ തിരസ്കരിച്ചു. യേശു കർത്താവ് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ ചിറകിനുള്ളിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയും വരെയും നിങ്ങളെന്നെ കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് വിളിച്ചു ചോദിച്ചു, ഉത്സവം തോറും ഒരാളെ വിട്ടയക്കാറുണ്ടല്ലോ, ഞാൻ ആരെ വിട്ടു തരണം? ക്രിസ്തു എന്ന നസ്രയനായ യേശു എന്ന നിങ്ങളുടെ രാജാവിനെ വിട്ടു തരണമോ, ബറബാസിനെ വിട്ടു തരണമോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല. വീണ്ടും പീലാത്തോസ് ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ ക്രിസ്തുവിനെ, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്തു ചെയ്യണം? എന്താ അവർ പറഞ്ഞേ? ഉറക്കെ പറ. അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പീലാത്തോസ് പുറത്തു വന്നു. പുരുഷാരംഗാംഗ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പറഞ്ഞാട് ദൈവമക്കളെ. ഉടനെ അവരെന്നാ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ, ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
എന്നാൽ ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് നീതിമാനായ നിഷ്കളങ്കനായ നിർദോഷ രക്തം യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ പിഴ അവർ തലമുറ മേൽ വലിച്ചു വെച്ചു. ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമ്മുടെ കർത്താവ് ഭാരമേറിയൊരു കുരിശുമായി ഗൊൽഗോഥാവിലേക്ക് പോകുമ്പോൾ ഹൂദ സ്ത്രീകൾ അവനെ ചൊല്ലി കരഞ്ഞു മാറത്തടിച്ച്. ഇപ്പൊ യേശു എന്താ പറഞ്ഞത്? ഹൂദാപുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഇന്ന് രാത്രി ഞാൻ ചാരിവേലി എന്ന് വിളിച്ചു പറയട്ടെ, ആ കരച്ചിൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. യെരൂശലേം യഹൂദന്റെ അഭിമാന സ്തംഭമായിരുന്നു. യഹൂദന്റെ ദൈവാലയം ഇടിക്കപ്പെട്ടു. അവിടെ ഇന്ന് യഹൂദന്മാർ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഇങ്ങനെ ആടിയാണ്, തലഭിത്തിക്കിട്ട് ഇടിച്ചുകൊണ്ടാണ്. പോയിട്ടുള്ളവർക്കറിയാം, കരഞ്ഞുകൊണ്ടാണ്. മശിഹായേ വരണമേ, യെരൂശലേമിന് സമാധാനം സ്ഥാപിച്ചു തരണമേ എന്നവർ നിലവിളിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരമാണെന്ന് ഓർത്തുകൊള്ളണം. അവർക്ക് സമാധാനം കൊടുക്കാൻ ചെന്ന യേശുവിനെ അവർ ക്രൂശിച്ചു. നമ്മുടെ കർത്താവ് കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റു. യേശു യെരൂശലേമിനെ നോക്കി പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. യോസേഫ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 70 തിത്തോസ് കൈസർ യെരൂശലേമിനെ നിരോധിച്ചു. കീഴടങ്ങാൻ പറഞ്ഞിട്ട് കീഴടങ്ങാതെ വന്നപ്പോൾ വെസ്പേഷ്യൻ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ യെരൂശലേമിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചു. അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ പോകാൻ കഴിഞ്ഞില്ല. ഭക്ഷണ സാധനങ്ങൾ തീർന്നു. ചണനാരികൾ, ചകരിമത്തകൾ, വൃക്ഷത്തിന് തൊലികൾ മനുഷ്യർ തിന്നാൻ തുടങ്ങി. വിശപ്പ് സഹിക്കവയ്യാതെ പട്ടി, പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ അവർ പുഴുങ്ങി തിന്നു. ഈ ബൈബിളിൽ ആവർത്തന പുസ്തകം പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെ അവർ പുഴുങ്ങി തിന്നു. അവസാനം പ്ലേഗും ടൈഫോയിഡും പറന്നു പിടിച്ചു. കൂട്ടത്തോടെ ആളുകൾ ചാകുവാൻ തുടങ്ങി. അവസാനം കീഴടങ്ങി. യെരൂശലേം പള്ളിയിലേക്ക് റോമൻ സൈന്യം ഇരച്ചു കയറുമ്പോൾ ഒരു പടയാളി തീപ്പന്തം വലിച്ച് അതിന് നേരെ എറിഞ്ഞു. മഹാനായ ശലോമോനാൽ പണി കഴിക്കപ്പെട്ടതും ഹെരോദാവിനാൽ പുതുക്കിപ്പണിതുമായ വൈഡൂര്യങ്ങളാൽ രത്നങ്ങളാൽ കവിതമായ യെരൂശലേം ദൈവാലയം കത്തിയമർന്നു. അതിലെ സ്വർണം ഉരുകി താഴെ കൊലിച്ചിറങ്ങി. ആ സ്വർണ്ണക്കട്ടികൾ ശേഖരിപ്പാൻ ആനയെ കെട്ടിയ രഥം വെച്ച് യെരൂശലേം ഉഴുതു മറിക്കപ്പെട്ടു. ഈ ബൈബിൾ പറഞ്ഞു, നിങ്ങൾ നിമിത്തം യെരൂശലേം വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും. ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. യെരൂശലേമിലെ നിവാസികൾ, ഇസ്രായേൽക്കാർ, ലോകം മുഴുവൻ വാരി വിതറപ്പെട്ടു, ചിതറപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് അവർ വന്നു. ഹല്ലേലൂയ. കേരളത്തിൽ അവർ വന്നു. അവർ പോകാത്ത രാജ്യമില്ല. ചെന്നിടത്തുനിന്നെല്ലാം അവർ ആട്ടിയോടിക്കപ്പെട്ടു. അവർ ഒരു ബാധയായി മാറി, ഒരു പ്രാക്കായി മാറി, ഒരു ശാപമായി മാറി. 70 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിട്ട് പുഴുകിക്കൊന്നു. ഒന്നുകൂടെ വിളിച്ചു പറയാം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ യഹൂദ പരിശുദ്ധരുടെ മേൽ യേശുവിന്റെ രക്തം ശാപമായി മാറി. ജീവനുള്ള ദൈവത്തെ നീ നിന്ദിക്കരുത്. ഈ സന്ദേശം കേൾക്കുന്ന സുഹൃത്തെ, യേശുവിനെ നീ ഉപേക്ഷിക്കരുത്. കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്. അങ്ങനെ ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ 1948 സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്നു. രാജ്യം സ്ഥാപിച്ചു. ലോകമെങ്ങുമുള്ള ആളുകൾ ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവിടെ അംഗീകരണം മരിച്ചവിടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഒന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്. ഞാൻ എന്തിനാ ഇത് പ്രസംഗിക്കുന്നറിയാമോ? വേദപുസ്തകം ഒരു കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. ആളുകളൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ദൈവഭക്തന്മാർ വിശ്വസിച്ചു. കാരണം എന്തെന്നറിയാമോ? ഈ വേദപുസ്തകത്തിൽ അരുളി ചെയ്ത ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ദൈവാത്മാവി ഞാൻ പറയാം,
ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും കടന്നു വിശ്വസിച്ചു കൊള്ളുക. അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യാം. കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട് അത് സംഭവിക്കും. അത് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചു കേൾക്കണം. ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ എങ്ങനെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിക്കപ്പെട്ടു. വായിച്ച യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 4-ാം വാക്യം വേഗത്തിൽ വായിച്ചോട്ടെ. യെശയ്യാ 60:4, യെശയ്യാപ്പനം 60-ാം അധ്യായം 4-ാം വാക്യം വേഗത്തിൽ. നീ തലപൊക്കി ചുറ്റും നോക്കുക, നീ തലപൊക്കി ചുറ്റും നോക്കുക. വായിച്ചോ. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. അടുത്തത്, നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രന്മാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? അടുത്തത്, ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവർ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ടും ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീശ് കപ്പലുകളും ആദ്യമായും, അവിടെ ഒരു പദമുണ്ട്, ആദ്യമായി നിനക്കായി കാത്തിരിക്കുന്നു. നോക്കി, എൻ്റെ മുഖത്തോട് നോക്കിയേ. 4 കാര്യം. 1, ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ എങ്ങനെ മടങ്ങി വരും? ഇങ്ങോട്ട് നോക്കിയതേ. 1, പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും. 2, മേഘം പോലെ പറന്നു വരും. 3, പ്രാക്കളെ പോലെ പറന്നു വരും. 4, തർശീശ് കപ്പലിൽ വരും. തർശീശ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടനാണ്. ആദ്യമായി ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കപ്പലിൽ വരും. 1948 യോപ്പ തുറമുഖത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് എഴുതപ്പെട്ട ഒരു കപ്പലിലാണ് ഇസ്രായേൽ മക്കൾ ആദ്യമായി വന്നത്. കർത്താവിൻ്റെ അഭിഷക്തൻ നിത്യത്തിൽ വിശ്രമിക്കുന്ന കെ എബ്രഹാം സാറ് 1962 പ്രസിദ്ധീകരിച്ച ഇസ്രായേലും ലോകരാജ്യങ്ങളും എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യമായി യോപ്പ തുറമുഖത്ത് ഇസ്രായേൽ മക്കൾ വന്നിറങ്ങുന്നൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന കപ്പലിലാണ്. എന്നെ ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരും. മേഘം പോലെ വരും, പ്രാക്കളെ പോലെ വരും. എന്നെ നോക്കിയിരുന്നാട്ട്. നിങ്ങൾക്കറിയാം, റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനെ മനുഷ്യൻ നിർനിമേഷനായി നോക്കിയുന്ന കാലഘട്ടമുണ്ട്. ആകാശത്തോടെ പറക്കുന്ന കാര്യം സ്വപ്നം പോലും കാണാത്ത കാലഘട്ടത്തിൽ റൈറ്റ് സഹോദരന്മാർ ജനിക്കും മുമ്പ് വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ മക്കൾ പ്രാക്കളെ പോലെ പറന്നു വരും, മേഘം പോലെ വരും, കിളിവാതിലൂടെ പറന്നു വരും. ഈ രാത്രി ഞങ്ങൾ ചാരുവേലിക്കാരോട് പറയട്ടെ, അവ സംഭവിച്ചെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അതും സംഭവിക്കുക തന്നെ ചെയ്യോ. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അതും സംഭവിക്കും. വേദപുസ്തകം ഇതുവരെ പറഞ്ഞ് നിവർത്തിച്ചെങ്കിൽ ഇനിയുള്ളതും നിവർത്തിക്കും. വളരെ ഗൗരവമായൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിക്കാൻ പോകുകയാണ്. വായിക്കാം. മോനെ ശാന്തമായിട്ട് വായിച്ചാൽ മതി, തെറ്റരുത്. ഞാൻ ദയവായണ്ട വാക്യം തെറ്റരുത്. എന്നാൽ ആ വായിക്കൊണ്ട് ക്ലിയർ ആകുന്നില്ല. വായിച്ചേ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ട്. വെളിപ്പാട് 11-ന്റെ 7 മുതൽ വായിച്ചോ വേഗത്തിൽ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു. അവരെ ഇങ്ങോട്ട് നോക്കിയേ. അവരെ നോക്കിയിരുന്ന പണി നടക്കത്തില്ല. ഇങ്ങോട്ട് നോക്ക്. അതായത് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ ഉണ്ടാകും. മഹോപദ്രവ കാലമുണ്ടാകും. ദൈവത്തിൻ്റെ സഭ ഇവിടെ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷം മഹോപദ്രവം, പിന്നെ 1000 ആണ്ട് വാഴ്ച. അപ്പോൾ ഈ മഹോപദ്രവ കാലത്ത് 2 സാക്ഷികൾ വരും. അവരാരൊക്കെയാ? വേദോസം അറിയാവുന്നവർ ആരൊക്കെയാ? ആരൊക്കെയാ? പണ്ടാരോട് പറഞ്ഞു, ഇയാൾ പറയുന്നു പറഞ്ഞിരിക്കാമല്ലോ. ഒരു ചെറുക്കനെ സാധനം വാങ്ങാൻ കടയിൽ വിട്ടു. അവൻ അവിടെ ചെന്നപ്പം എന്നാത്തിനാ വന്നതെന്ന് അവനങ്ങ് മറന്നുപോയി. കടക്കാരൻ ചോദിച്ചു, നീ എന്തിനാടാ വന്നതെന്ന്. പിന്നെ അവൻ പറഞ്ഞു, ഇയാൾ പറയുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇയാൾ പറയുന്നു പറഞ്ഞിരിക്കുകയല്ലോ. മോശയും ഏലിയാവും. ചിലർ പറയുന്ന ആനാക്കു ഏലിയാവും. എന്തേലും പാട്ട്. മോശയും ഏലിയാവും 3.5 വർഷം അവർ പ്രവചിക്കും. നിങ്ങൾ ചിന്തണം, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വാഴ്ചയിൽ ഈ 2 ദൈവദാസന്മാർ വരും. ഇവരെ കൊല്ലാൻ നോക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ കൊല്ലാൻ കഴിയില്ല. അവിടെ വായിച്ചൊരു പദം, അവരുടെ സാക്ഷ്യം തികച്ച ശേഷം. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഓർക്കണം, നമ്മുടെ സാക്ഷ്യം തികയ്ക്കാതെ നമ്മെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ. യെസ്.
വായിച്ചോ മോനെ, അടുത്ത വാക്യം വായിച്ചേ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആ ആഴത്തിൽ നിന്ന് കയറി വരുന്ന ആ മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരെ കൊന്നുകളയും. അടുത്തത്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആ ആത്മീകമായി സോദം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവരുടെ ശവം കിടക്കും. അടുത്ത വാക്യം, സകല വംശക്കാരും. ആ പദം ശ്രദ്ധിച്ച് വായിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. സകല വംശക്കാരും, ഗോത്രക്കാരും, ഗോത്രക്കാരും, ഭാഷക്കാരും, ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം. ആരുടെ ശവം? മോശയുടെയും ഏലിയാവിന്റെയും ശവം 3.5 ദിവസം കാണും. അടുത്ത വാക്യം, അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ അവർ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ. പിന്നെ അടുത്ത വാക്യം, 3.5 ദിവസം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് കരേറി വരാനൊരു ശബ്ദമുണ്ടാകുകയും യഹോവയുടെ ശ്വാസം ഇവിടെ മേൽ വന്നിട്ട് അവർ കാലൂന്നി നിവർന്നു നിൽക്കുകയും ചെയ്യും. അടുത്ത പദം കേൾക്കണോ? സകല വംശക്കാരും, സകല ഭാഷക്കാരും, സകല ജാതിക്കാരും കണ്ട് അവർ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഇത് കാണുന്ന സകല ജാതിക്കാരും വംശക്കാരും പരിഭ്രമിക്കും. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഇത് വേദപുസ്തകത്തിൽ ഇന്നലെ എഴുതിയതല്ല. AD 70 പുസ്തകം എഴുതി പൂർത്തീകരിക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം പറഞ്ഞു, എന്നെ നോക്കിയിരിക്കണം. എന്താ പറഞ്ഞു? യെരുശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡി, ശവശരീരം സകല ഭാഷക്കാരും കാണും, സകല വംശക്കാരും കാണും. സ്തോത്രം കേൾക്കുന്നില്ല. സകല ജാതികളും കാണും. കുറെ കാലം മുമ്പ് ഇത് വായിച്ചവൻ ചോദിച്ചു, ഏത് കോന്തനാടാ ഇത് എഴുതിയെന്ന്. യെരുശലേമിൽ കിടക്കുന്നവൻ്റെ ഡെഡ് ബോഡി ഓണംകേറാ മൂലെ കിടക്കുന്നവൻ എങ്ങനെ കാണും? ചാരുവേലിക്കാരൻ എങ്ങനെ കാണും? എരിമേലിക്കാരൻ എങ്ങനെ കാണും? ഉഗാണ്ടക്കാരൻ എങ്ങനെ കാണും? ഈ വേദപുസ്തകം പറഞ്ഞ് കാണും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇത് പ്രസംഗിച്ചില്ലേ? അന്ന് ഇന്റർനെറ്റ് ഇല്ല, അന്ന് ഇമെയിൽ ഇല്ല, അന്ന് ഫേസ്ബുക്ക് ഇല്ല, അന്ന് വാട്സാപ്പ് ഇല്ല, അന്ന് ലൈവ് ടെലികാസ്റ്റ് ഇല്ല. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു, അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. എങ്ങനെ കാണും? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വേദപുസ്തകം പറഞ്ഞുകൊണ്ട് അത് കണ്ടിരിക്കും. ഒന്ന് കൈയടിക്കാൻ, നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇനി കൂടുതൽ എന്നാ തെളിവ്? അത് കാണുമെന്ന് പറഞ്ഞു. എങ്ങനെയെന്നറിയില്ല, അവർ പറഞ്ഞു, വേദപുസ്തകം പറഞ്ഞു കാണുമെന്ന്. ഇസ്രായേലിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. ചാരുവേലിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? കാണാമോ? നിങ്ങൾ ഉറങ്ങുന്നതേ ഇപ്പം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലാക്കി തരാം. കുമ്പനാട് കൺവെൻഷനിലൊക്കെ ദൈവദാസന്മാർ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ജനം ഇളകി മറിയുമ്പോൾ ചെല്ലി ഇങ്ങനെ ഉറങ്ങി താഴെ വീഴുക. ഈ ലൈവ് വന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങൾ ഇരുന്ന് ഉറങ്ങുന്നത് നിങ്ങളുടെ മക്കൾ അവിടെ നിന്ന് കാണും. അങ്ങനെ വായൊക്കെ വിട്ട് പുളക്കും. ഇപ്പം എല്ലാം ലൈവായേക്കുക, എല്ലാം ലൈവാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ഗുണവും കൂടെ ഉണ്ട്. ഒരു സ്തോത്ര കൈ ഉയർത്തി പറഞ്ഞ്. ഈ 5ാമത്തെ യോഗമാണ് ലൈവ് ഈ ആഴ്ച. പല TV. അപ്പോൾ ഇങ്ങോട്ട് നോക്കി. അപ്പം അന്ന് നല്ലൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്ന് പറഞ്ഞു ലോകം മുഴുവൻ കാണും. അപ്പം അന്നൊന്നും ആർക്കും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇതെന്തോ നമ്മുടെ ഒരു 50-60 വർഷം മുമ്പ് സ്വപ്നം കാണാൻ കഴിയാത്ത കാലമാണ്. യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ കാണും? അങ്ങനെ ഇരുന്നപ്പോഴാണ് TV വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ പറഞ്ഞു, TV വന്നു, റെക്കോർഡ് ചെയ്തെങ്കിലും കാണിക്കാം. അങ്ങനെ വരുന്നപ്പം TV വന്നപ്പോൾ ഇവിടുത്തെ പല വിശുദ്ധന്മാരും TV വാങ്ങി. എന്തിനാണെന്നറിയാമോ? യെരുശലേമിൽ കിടക്കുന്ന ഭക്തന്മാരുടെ ഡെഡ് ബോഡി കാണാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? പോകത്തില്ലെന്നല്ലേ, ഇവിടെ കിടക്കുമല്ലേ, ആരും അനങ്ങുന്നില്ലല്ലോ. ശരി, പോട്ടെ, അവരുടെ കാര്യം പോട്ടെ. നിങ്ങൾ എന്നാത്തിനാ TV വാങ്ങിയേ? അതൊന്ന് പറ. എന്തിനാ TV വാങ്ങിയേ? അനങ്ങുന്നില്ല. അത് പറയാം. നമ്മൾ TV വാങ്ങിയേ ഓണം വരാൻ മൂലം വേണ്ടേ? ഭീമോനച്ചൻ പ്രസംഗിക്കുന്നു, ബാബു ചെറിയാൻ പ്രസംഗിക്കുന്നു, KC ജോൺ പ്രസംഗിക്കുന്നു, MA വർഗീസ് പ്രസംഗിക്കുന്നു, സുരേഷ് ബാബു പ്രസംഗിക്കുന്നു. നമുക്ക് വല്ലപ്പോഴും ദൈവവചനം കേൾക്കാവല്ലോ. അച്ഛാ വാങ്ങിയിരച്ചാ, അച്ഛാ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. ഇപ്പം എന്നാ കാണുന്നത്? നേരം സന്ധ്യയാകുമ്പോഴത്തേനൊരു ടവലും എടുത്ത് നിന്ന് തുറന്നിട്ട് കണ്ണുനിരപ്പുക. ഇപ്പം ഇതാ പണി. എങ്ങനെ ഒളിച്ചോടാമെന്ന് മക്കളെ പഠിപ്പിക്കുക. സ്തോത്രം കുറച്ച് പറഞ്ഞാൽ മതി. പണ്ട് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഉണ്ടോ? കറണ്ട് കട്ടാകാൻ നോക്കിയിരിക്കുക. പ്രാർത്ഥന വേഗം നിർത്തിയിട്ട് കണ്ണുനീർപ്പരമ്പര ആരംഭിക്കുന്നു. നോക്കണം എവിടെ പോയി തലമുറ.
ഞാൻ പല വീട്ടിലടിക്കലും രണ്ട് റാന്നി മുതൽ ചെങ്ങന്നൂർ വരെ കൊച്ചു വഴികളാണ്, കാളവണ്ടി പോകുന്ന വഴികൾ. ഇന്നാ വലിയ റോഡുണ്ടായേ. റാന്നി മുതൽ അങ്ങോട്ട് ഇടയാറമുളയൊക്കെ വഴി കുഞ്ഞ്, ഞാൻ അവിടെ എല്ലാം സഞ്ചരിക്കുന്ന ആളുകളൊക്കെ പാർത്തിട്ടുള്ള ആളുമാണ്. പക്ഷെ അന്ന് ഈ കാളവണ്ടി പോകുന്നവർക്ക് സഞ്ചരിക്കാൻ പേടിയില്ലായിരുന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്നറിയാമോ? നേരം സന്ധ്യയാകുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് ഭക്തന്മാരുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഉയരുമായിരുന്നു. പ്രഭാതങ്ങളിൽ 4 മണിക്കും 5 മണിക്കും മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് 5-6 വട്ടം പിള്ളേരെ എഴുന്നേൽപ്പിച്ചിരുത്തി കരമടിച്ചാത്മാവിൽ പാടുമായിരുന്നു. അത് പെന്തക്കോസൊന്നുമില്ല, സകല ക്രിസ്തീയ ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. PC ജോർജ് MLA പറഞ്ഞ പോലെ നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? പണ്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ 4-5 എണ്ണം വീട്ടിൽ നിന്ന് ഒറ്റ ഇരിപ്പി കാണുക. TV വാങ്ങിച്ച അതിനാ മാനസാന്തരപ്പെട്ടോണം. പണ്ട് സന്ധ്യാനേരത്തെ എന്തോ പാട്ടായിരുന്നു, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. നേരമില്ലാത്തോണ്ടാണ് ഞാൻ പാടാഞ്ഞേ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമെങ്കിലും ചെയ്യും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ പാടിക്കേ. വേറെയില്ലൊന്നും യേശു മാത്രം. പിതാക്കന്മാര് പാടിയതാ കേട്ടോ. ഈ ngേങ്ങയൊന്നും അല്ലായിരുന്നു, ഹൃദയത്തിൽ നിന്ന് പാടുകായിരുന്നു. 5, 6, 7, 8 പിള്ളേര്. നമ്മുടെ അനുഭവമില്ലായി പറഞ്ഞേ. അതിൽ 5 പെൺപിള്ളേർ, കുടുംബ സ്വത്തില്ല, ആകെ 7-8 സെന്റ് സ്ഥലം. പള്ളിക്കാർ മുടക്കി മക്കളെ ഇരുത്തി പ്രാർത്ഥിച്ച ശേഷം അവരുറങ്ങിയാലും അപ്പന് ഉറങ്ങാൻ കഴിയില്ല, അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയില്ല. അവരിരുന്ന് പാടി. എന്താ പാടിയേ? എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. അറിയാവുന്നൊരു പാട്. യേശു മാത്രം സമ്പത്താകുന്നു. പിന്നെ കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പൊരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. ലോകമെന്നെ ക്ലേശമെന്നിൽ ലേശമില്ല, ക്ലേശമെന്നിൽ ലേശമില്ല, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നന്നായി കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ശക്തിയോട്. ഇന്ന് സഹോദരന്മാരിവിടെ വന്നു നിന്നേ മുമ്പേ പാടിയ പാട്ടൊക്കെ എന്തോ ഒരു സന്തോഷം തരുന്നതെന്നറിയാമോ? സ്തോത്രം. അതൊക്കെ എനിക്കൊന്ന് പാടണമെന്നുണ്ടായിരുന്നു, നേരമില്ല. അത് സന്ധ്യയാകുമ്പോൾ പിള്ളേരെ വിളിച്ചിരുത്തി ഇതായിരുന്നു, സീരിയൽ കാണലല്ല. ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അർത്ഥം ആദാമേ നീ എവിടെ ഇരിക്കേണ്ടവനാന്നാ. ഇപ്പോൾ നീ എവിടെ ആയിരിക്കേണ്ടവനാ? നിൻ്റെ മക്കൾ 8 മണിക്ക് എവിടാ, 10 എവിടാ? നിനക്കൊരുറപ്പാദ്യം ഉണ്ടാകണം. അത് മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. എന്തോ പാട്ട് അറിയാവോന്ന്? അറിയാവല്ലോ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. പാടിക്കോ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. പിന്നെ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. പഠിക്കേ.
സ്തുതിയോടെ എൻ്റെ സങ്കടം. അവിടെ അന്നത്തെ ഭക്തന്മാർ രാവിലെ പിള്ളേരെ വിളിച്ചിരുത്തി പാടുന്ന ഇതാ. എന്നാ പാടുന്നേ? നഗ്നനായി ലോകത്തിൽ വന്നു, നഗ്നനായി ലോകത്തിൽ പോകും. ലോകത്തിൽ നമുക്കൊന്നുമില്ല, നമ്മുടെ കൂടെ പോരുവാൻ നമ്മുടെ സമ്പത്ത് നമ്മുടെ കർത്താവാണ്. ആ കാലമൊക്കെ പോയില്ലേ? കുടുംബ പ്രാർത്ഥനകൾ ആരംഭിക്കുക. കൈയൊന്നുയർത്തി വായം തുറന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് നിർത്താം. ഈ വേദപുസ്തകം പറഞ്ഞു, ഇസ്രായേലിൽ കിടക്കുന്ന 2 വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ ഡെഡ് ബോഡി സകല ജാതികളും കാണും, സകല ഭാഷക്കാരും കാണും, സകല വംശക്കാരും കാണും. നോക്കൂ, നിങ്ങളുടെ കൺമുമ്പിൽ ഇവ നിവർത്തിക്കപ്പെട്ടു. ഈ ചാരുവേലിൽ നടക്കുന്ന യോഗം ലോകത്തിലെവിടെ ഇരുന്നു ഇപ്പോൾ വീക്ഷിക്കാം. ഇവിടെ ഇപ്പോൾ ഈ സിസ്റ്റമുണ്ട്, ഇതിൻ്റെ പോലും ആവശ്യമില്ല. തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള അല്ലെ ഒരു സിഗരറ്റ് കൂടിൻ്റെ വലിപ്പമുള്ള ഒരു മൊബൈലിലൂടെ ഒരാൾ തുറന്നു വെച്ചാൽ മതി. ഫേസ്ബുക്ക് ലൈവിലൂടെ ഇവിടെ നടക്കുന്ന ചലനം ലോകം മുഴുവൻ കാണും, ഇല്ലേ? കാണും. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മൊബൈൽ, നിങ്ങളുടെ മോനോ മോളോ കുവൈറ്റിൽ നിന്നോ സൗദിയിൽ നിന്നോ ന്യൂയോർക്കിൽ നിന്നോ വിളിക്കുന്നു. എങ്ങനെയാ നിങ്ങൾ കേൾക്കാൻ കഴിയുന്നത്? തീപ്പെട്ടിക്കൂടിന് വലിപ്പമുള്ള സാധനം കൊണ്ട് ന്യൂയോർക്കിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത്. ഈ ഓണങ്കാരായ മുறை ഞാൻ നിങ്ങൾ പറയുന്നത് നമ്മുടെ ഇവിടെ നിന്ന്, ഈ വനപ്രദേശത്ത് നിന്ന് നിങ്ങൾക്കത് ടാപ്പ് ചെയ്തെടുക്കാൻ കഴിയും. എങ്ങനെയാ? നിങ്ങളുടെ മാൻ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നത് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു, പ്രസരണം ചെയ്യപ്പെടുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, എവിടെ നിന്നും ഈ അന്തരീക്ഷത്തിലൂടെ അത് ടാപ്പ് ചെയ്തെടുക്കാം. ട്രെയിനുകൾ ഓടുന്നു, പ്ലെയിനുകൾ പറക്കുന്നു, ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നു. അതിനിടയിൽ തീപ്പെട്ടിക്കൂടിന് വലിപ്പമുള്ള സാധനം കൊണ്ട് ജർമ്മനിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് ലൈവായി നിങ്ങൾക്ക് കാണാം. മനുഷ്യ, ദൈവം ഇതിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഒരു ന്യായവിധി ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ലൈവായി സുവിശേഷ ലോകം മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഇന്ന് രാത്രിയുടെ പ്രഭാഷണം അവസാനിക്ക് പറയട്ടെ. കേരളത്തിന് ഒരു മുക്കിൽ മൂലയിൽ നടക്കുന്ന കാര്യം ലോകം മുഴുവൻ ലൈവായി കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ തിരുവനന്തപുരത്തിലെ വള്ളിയും പുള്ളിയും തെറ്റത്തില്ല. അതിനു വേണ്ടിയാണ് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്രായേൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അതിനുള്ള സംവിധാനം ശാസ്ത്രം ഒരുക്കിയെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ യുവാപരം പ്രാപിക്കും. അതും സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോകുന്നു. നിന്നെ ആ നേരത്ത് മനുഷ്യപുത്രൻ വരും. യേശു ക്രിസ്തു വരുമ്പോൾ ചിലർ കാണാതെയാകും. ഒന്ന് പറഞ്ഞാട്ടെ, ചിലർ എടുക്കപ്പെടും. കേട്ടോ, എടുക്കപ്പെടും, കാണാതെയാകും. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ അതിനെത്ര പേർ റെഡിയായിട്ടുണ്ട് കാണാതാകാൻ? നാട്ടുകാരെ, കുറച്ച് പേരെ കാണാതാകാൻ പോകുകയാ. ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴേക്ക് പോകും, ഞാൻ അപ്രത്യക്ഷനാകും, ഞാൻ മേളോട്ട് പോകും. ഞാനൊരു ചിന്ത നൽകി നിർത്താം. ഞാൻ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വരവാ. കാഹളം ധ്വനിച്ചു. ഈ പ്രസംഗം തീരും മുമ്പ് ഇവിടെ നിന്നൊരു 60% പോയി, അത്രയൊക്കെ വിശ്വസിക്കാം. ബാക്കി 40% ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കൂടാതെ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? ഇതുവരെ എന്താ പ്രസംഗിച്ച്? എല്ലാവരും പഠിച്ചോണം. ഞാൻ ഇവരെ നമ്മളെന്ന് ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ. നല്ല ഗായക, ഇതോ ഇൻസ്ട്രുമെൻസാണ്. ഇനി എന്താ പാടാൻ പോകുന്നത് എനിക്കറിയില്ല. കർത്താവ് താൻ ഗംഭീരമാണെന്ന് ഇരിക്കട്ടെ. ഞങ്ങളെ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പോൾ ഇവർ പാടാൻ കർത്താവ് താൻ ഗംഭീരം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി, കൊട്ടിക്കൊണ്ടിരുന്നവിടെ നിന്നാലോ? അങ്ങനെ സംഭവിക്കാം. ഇനി തിരിച്ചും അവർ പറയുന്നുണ്ട്, കൊട്ടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി പാടിക്കൊണ്ടിരുന്നവർ നിന്നാലോ? നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷനുകൾ നടക്കുന്നപ്പോഴാന്നിരിക്കട്ടെ കാഹളം ധ്വനിക്കുന്നത്. എന്നേരവും ചിലരൊക്കെ വീശിക്കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാലോ? സംഭവിക്കും. 2 പേർ കിടക്കമേലായിരിക്കും, ഒരാൾ എടുത്തു കൊള്ളപ്പെടും, മറ്റേയാൾ കൈവിടപ്പെട്ടു പോകും. കളിയായി ഇതെടുക്കരുത്. നാം എടുക്കപ്പെടുവാൻ വിശുദ്ധരായിരിക്കണം. ആരാണ് യേശുവിൻ്റെ വല്ല എടുക്കപ്പെടുന്നത്? 3 കാര്യങ്ങൾ ഓപ്ഷൻ പറഞ്ഞു. 1, നാം അവനോട് മരിച്ചു എങ്കിൽ
അവിടെ വാഴും. ഈ അത്തിമുതലായ സകല വൃക്ഷവും അത് പാടാൻ നിങ്ങൾക്കറിയില്ലേ? അത്തിമുതലായ സകല വൃക്ഷവും ഒന്നടിച്ചേ. അത്തിമുതലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകേ, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകേ. ഓ നാദത്തിൽ നാദം കേൾക്കാറായി, ഓ നാദ കൈയടിച്ചേ, നാദം കേൾക്കാറായി യേശുരാജൻ വേഗം വാനിൽ വാണിടും, യേശുരാജൻ വേഗം വാനിൽ വാണിടും. താൻ വരാവിനായൊരുങ്ങി നിൽക്കണം ദിനം, താൻ വരാവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഹല്ലേലൂയ, സാധിക്കേ. ഓ ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും, ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും. ഭരണാധികാരികൾ കൊടുന്ന നവ മാറിടും, ഭരണാധികാരികൾ കൊടുന്ന നവ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കൈയേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കൈയേൽക്കും. ഓ യേശുരാജൻ വേഗം വാനിൽ വാണിടും, യേശുരാജൻ വേഗം വാനിൽ വാണിടും. തൻ വരവിനായൊരുങ്ങി നിൽക്കുന്ന ജനം, തൻ വരവിനായൊരുങ്ങി നിൽക്കുന്ന ജനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീര പാടുകേ, കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം. എല്ലാവരും കേൾക്കില്ല. അവന്റെ വരവിനായി ഒരുങ്ങി നിൽക്കുന്ന ജനം ഗംഭീരനാദം കേൾക്കും. അവന്റെ വരവിൽ അടുക്കപ്പെടും. നാം അവനോട് മരിച്ചുവെങ്കിൽ അവിടെ വാഴും. അവനോട് മരിക്കുക. അവന്റെ മരണത്തിന് ശാശ്വത ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാന ശാശ്വത ഏകീഭവിക്കും. ഒന്ന്, അവനോട് മരിക്കണം, അതാണ് മാനസാന്തരം. രണ്ട്, അവന്റെ മരണത്തെ ശാശ്വതീകരിക്കണം, അതാണ് സ്നാനം. നാം മനുഷ്യരോട് ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യം ഏറ്റുപറയും. കണ്ണുകളടയ്ക്കാം. ഈ രാത്രി യേശു വന്നാൽ അവനോടൊപ്പം നാം എടുത്തുകൊള്ളപ്പെടുമോ? എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് അവനോടൊപ്പം വാഴണം. എൻ്റെ യേശുവേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. നിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ എന്നെ വിശുദ്ധനാക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എൻ്റെ യേശുവിനൊപ്പം പോകണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നന്നായി കൈകൾ ഉയർത്തൂ. നിങ്ങളുടെ കർത്താവേ, ഈ രാത്രി നിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. സകല ബുദ്ധിയും ദൈവസമാധാനത്താൽ അവിടെ ഉള്ളം നിറയ്ക്കുന്നോർത്ത് സ്തോത്രം. ഈ ഗ്രൗണ്ടിൽ നമ്മൾ എഴുന്നേറ്റ് പോകും മുമ്പ് കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ അവരെ തൊടണമേ, നിന്റെ രക്തത്താൽ നീ അവരെ കഴുകണമേ. നിന്റെ കരവിലെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തിയാട്ടെ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആരും ഗ്രൗണ്ട് വിട്ട് പോകരുത്. എല്ലാവരും എഴുന്നേറ്റ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കുന്നു. അനേക പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഇതാ നോഹയുടെ കാലം. 20 വർഷം മുമ്പ് ഞാൻ എഴുതിയതാണ്. ഇതിൽ അന്നൊരു അപൂർവമായ ഫോട്ടോ ഞാൻ ചേർത്തിരുന്നു. രാഗ്ലിക്കൻ ബിഷപ്പ് ബൈബിൾ വെച്ചുകൊണ്ട് 2 പെൺപിള്ളാരെ കല്യാണം കഴിപ്പിക്കുന്നു. നമ്മുടെ പരമോന്നത സുപ്രീം കോടതി ആണിനെയും പെണ്ണും കല്യാണം കഴിപ്പിക്കാൻ അനുവാദം കൊടുത്തു. ഇഷ്ടപ്പെട്ട പുരുഷൻ ഇഷ്ടപ്പെട്ട സ്ത്രീയോടൊപ്പം പാർക്കാം. നോഹയുടെ കാലം പോലെ ദുഷ്ടത, വഷളത്വം, അകൃത്യം പെരുകിക്കഴിഞ്ഞു. ഞാൻ 10ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ 3 പുസ്തകം ഇവിടെയുണ്ട്. ഒന്ന്, നോഹയുടെ കാലം. 2, കുടുംബം സംഭവിക്കുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതും. യേശു ക്രിസ്തു നിലായി നിൽക്കുന്ന ഇസഹാക്കിന്റെ വീട്ടിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കരുത്. 3ാമത്തെ പുസ്തകം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.